നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമ്മ്യൂൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപുസ്തകം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. നവംബർ 28 ശനി. ഓർമ്മകളും സമരായുധം. ലോകത്തെ വ്യാഖ്യാനിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ മാറ്റിമറിക്കാൻ കാൾമാക്സിനൊപ്പം ചിന്താപരവും പ്രായോഗികവുമായ ഉജ്ജ്വല സംഭാവനകൾ നൽകിയ ഫ്രെഡറിക് ഏംഗൽസിന്റെ ജന്മതി ശതാബ്ദി ദിനമാണ് ഇന്ന്. ഇപ്പോൾ ജർമ്മനിയുടെ ഭാഗമായ പ്രഷ്യയിലെ ബർമനിൽ വസ്ത്രവ്യവസായിയായ ഫ്രെഡറിക് ഏംഗൽസ് സീനിയറിന്റെയും എലിസബത്ത് ഫ്രാൻസിസ്ക മൗറോത്തിയുടെയും മകനായി 1820 നവംബർ 28 ജനനം. ഈശ്വര വിശ്വാസിയായ അച്ഛൻ മകനും അങ്ങനെയാകാൻ ആഗ്രഹിച്ചു. എന്നാൽ ഏംഗൽസ് വഴിമാറി. അച്ഛന്റെ സംരംഭങ്ങൾ നോക്കി നടത്തുമെന്ന് കുടുംബം കരുതിയെങ്കിലും സമൂഹത്തിലെ വിഭജനങ്ങൾ അസ്വസ്ഥമാക്കിയ ആ യുവാവിൽ വിപ്ലവ ചിന്തകളാണ് മുളപൊട്ടിയത്. സമഗ്രാധിപത്യത്തിനെതിരെ അലയടിക്കാൻ തുടങ്ങിയ പ്രക്ഷോഭങ്ങളിലേക്ക് അതിവേഗം മാനസികമായി അടുക്കുകയും ചെയ്തു. ഹെഗലിന്റെ ആശയങ്ങളിലേക്കാണ് ഏംഗൽസ് ആദ്യം ആകർഷിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കൃതികൾ പലതും തേടിപ്പിടിച്ച് ഹൃദയസ്ഥമാക്കി. വായനയും സംവാദങ്ങളും ഏംഗൽസിലെ സർഗാത്മകതയും തത്വാന്വേഷണങ്ങളും പോഷിപ്പിച്ചു. അങ്ങനെ മുളപൊട്ടിയ സാഹിത്യ താല്പര്യത്തിന്റെ തുടർച്ചയിലാണ് 1838 സെപ്റ്റംബറിൽ ദി ബെത്തോവിൻ എന്ന ആദ്യ കവിത വെളിച്ചം കണ്ടത്. 3 വർഷം കഴിഞ്ഞ് പ്രഷ്യൻ സൈന്യത്തിൽ ചേർന്നു. തുടർന്ന് ബെർലിനിലേക്ക് പോയി. അവിടെ യങ് ഹെഗേലിയൻസ് എന്ന യുവജന സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. രാഷ്ട്രീയ ആഭിമുഖ്യത്തിൽ നിന്ന് അകറ്റുന്നതിന് അച്ഛൻ തനിക്ക് കൂടി ഓഹരിയുള്ള മാഞ്ചസ്റ്ററിലെ എർമൻ ആൻഡ് ഏംഗൽസ് നൂലുൽപാദന കമ്പനിയിൽ ജോലിയെടുക്കാൻ ഏംഗൽസിനെ 1842 ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ആ യാത്രക്കിടയിലാണ് റൈനേഴ്സ് സൈറ്റും പത്രം ഓഫീസിൽ ചെന്ന് മാക്സിനെ കാണുന്നത്. അത് ലോക ചരിത്രഗതിയെ മാറ്റിമറിച്ച 2 ശിക്ഷണശാലികളുടെ ആദ്യ സമാഗമമായി. ഏറ്റവും ആഴത്തിലുള്ള സൗഹൃദങ്ങളിൽ ഒന്നായും ബലിഷ്ഠമായ ബൗദ്ധിക കൂട്ടുകെട്ടായും വളർന്നു. ഇരുവരും പരസ്പരം അയച്ച കത്തുകൾ രാഷ്ട്രീയവും സാമ്പത്തികവും തത്വശാസ്ത്രവും കലാ സൗന്ദര്യചിന്തകളും പങ്കുവച്ച സംവാദങ്ങളായി മാറി. മാക്സിന്റെ ചില സൈദ്ധാന്തിക അന്വേഷണങ്ങൾ പൂരിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനും കുടുംബത്തിനും സാമ്പത്തികമായ താങ്ങായി നിന്നതും ഏംഗൽസ് ആണ്. 1842 അന്ത്യത്തോടെ ലിബറലിസത്തെയും യങ് ഹെഗലിയൻസ് ദർശനങ്ങളോടും വേർപിരിഞ്ഞ് താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. റൈനീഴ്സെത്തുങ്ങിൽ ഏംഗൽസ് തുടർച്ചയായി എഴുതിയവ സമാഹരിച്ചതാണ് ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ സ്ഥിതി എന്ന കൃതി. അതിലാണ് ഇക്കാലത്തെ പ്രധാന ചർച്ചകളിലൊന്നായ ആരോഗ്യവും സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷവും തമ്മിലുള്ള അഭേദ്യബന്ധം ആദ്യമായി വിശകലനം ചെയ്തതും. വ്യവസായവൽക്കരണത്തിന്റെ പ്രഥമഘട്ടത്തിലെ തൊഴിലാളികളുടെ കൊടിയ ദുരിതങ്ങളാണ് ആ പുസ്തകത്തിൽ വിവരിച്ചത്. അക്കാലത്ത് അവരെ പിടികൂടിയ ഒട്ടുമുക്ക രോഗങ്ങളും ദുസ്സഹമായ ജീവിതാവസ്ഥയുടെ ഫലമാണെന്ന് ഏംഗൽസ് നിരീക്ഷിച്ചു. അവയിൽ പലതും തൊഴിൽജന്യ കാരണങ്ങളാലാണെന്ന് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തുന്നതിന് പതിറ്റാണ്ടുകൾ മുമ്പ് ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം എഴുതി. അത് മാക്സിനും വർഗ വിശകലനത്തിന് അടക്കം ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നതായി. പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത, ജർമ്മൻ പ്രത്യയശാസ്ത്രം തുടങ്ങിയ രചനകളും സമാന സ്വഭാവത്തിൽ ഉള്ളവ.
1847 രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് ലീഗ് ആയിരുന്നുവല്ലോ തൊഴിലാളി വർഗത്തിന്റെ ആദ്യ രാഷ്ട്രീയ സംഘടന. അതേ വർഷം നവംബറിൽ ലണ്ടനിൽ ചേർന്ന ആദ്യ കോൺഗ്രസ് നിർദ്ദേശമനുസരിച്ച് വിശദമായി പരിപാടി തയ്യാറാക്കാൻ മാർക്സിനെയും ഏംഗൽസിനെയും ചുമതലപ്പെടുത്തി. അതുപ്രകാരം 1848 ഫെബ്രുവരി 21 പുറത്തിറക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. ആ ഭൂതത്തിന്റെ ബാധയൊഴിക്കാൻ പഴയ യൂറോപ്പിന്റെ ശക്തികളെല്ലാം മാർപ്പാപ്പയും സർചക്രവർത്തിയും മെറ്റർണിക്കും ഗിസോയും ഫ്രഞ്ച് റാഡിക്കൽ കക്ഷിക്കാരും ജർമ്മൻ പോലീസ് ചാരന്മാരുമെല്ലാം പാവന സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന മാനിഫെസ്റ്റോയുടെ തുടക്കം ഇക്കാലത്തും മറ്റൊരു അർത്ഥത്തിൽ പ്രസക്തമാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആഹ്വാനത്തോടെ അവസാനിക്കുന്ന അത് വർഗസമരത്തിന്റെ ചരിത്രപരവും കാലികവുമായ ഓർമ്മപ്പെടുത്തലുമായി മുതലാളിത്ത പ്രതിസന്ധിയും കമ്മ്യൂണിസത്തിന്റെ രൂപങ്ങളും സംബന്ധിച്ച നിഗമനങ്ങളും അവതരിപ്പിച്ചു. മാനിഫെസ്റ്റോ പ്രസിദ്ധീകൃതമായതോടെ യൂറോപ്പിലാകെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്ക് ആവേശകരമായ ദിശാബോധവും പ്രത്യയശാസ്ത്ര ദാർഢ്യവും കൈവന്നു. തുടർന്ന് ഭരണകൂടങ്ങൾ ചെറുത്തുനിൽപ്പുകളെ കണ്ണിൽ ചോരയില്ലാത്ത വിധം നേരിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ പ്രവർത്തനം അതീവ ദുഷ്കരമായി. ആഗ്രഹ ചിന്തകൾ മാത്രമായ അരാജകവാദങ്ങളും തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവാത്മക ദൗത്യത്തെ നിരാകരിക്കുന്ന ബൂർഷ്വാ സമീപനങ്ങളും തീർത്ത ശൈഥില്യത്തെയും നൈരാശ്യത്തെയും രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായി അതിജീവിച്ചാണ് മാർക്സും ഏംഗൽസും നേതൃത്വം നൽകി 1864 ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത്. 1871 പാരീസ് കമ്മ്യൂൺ ഉൾപ്പെടെയുള്ള സംഭവ പരമ്പരകളുടെ വിജയ പരാജയങ്ങളും കയറ്റി ഇറക്കങ്ങളും ഗുണപരവും നിഷേധാത്മകവുമായ പാഠങ്ങളും സംശീകരിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതും രണ്ടാം ഇന്റർനാഷണൽ രൂപീകരിച്ചതുമെല്ലാം ഏംഗൽസിന്റെ നേതൃത്വത്തിലായിരുന്നു. മൂലധനത്തിന്റെ 2ഉം 3ഉം വാല്യങ്ങൾ ചിട്ടപ്പെടുത്തി പ്രസിദ്ധീകരിച്ചതും അദ്ദേഹം. പരിഹാരമില്ലാതെ ആവർത്തിക്കുന്ന മുതലാളിത്ത പ്രതിസന്ധിയും കൊറോണ വൈറസ് തീർത്ത ആരോഗ്യ രംഗത്തെ സങ്കീർണതയും മനുഷ്യകുലത്തെ മുതലാളിത്തേതരമായ ബദലുകളെയും സോഷ്യലിസത്തിന്റെ പ്രസക്തിയെയും മുൻനിർത്തിയുള്ള പുനരാലോചനകളിലേക്കും മാർക്സിന്റെയും ഏംഗൽസിന്റെയും മുതലാളിത്ത വിമർശനങ്ങളുടെ കാലിക പ്രസക്തിയിലേക്കും തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിലാണ് ഏംഗൽസിന്റെ 200ാം ജന്മദിനം. നിയോ ലിബറൽ ചൂഷണത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ തീഷ്ണമാക്കിക്കൊണ്ടാണ് ലോകത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഓർമ്മകളും ഒരു സമരായുധമാണെന്ന പാഠം അതിന് വഴികാട്ടിയാകും. മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.